റിഫൈനിങ് ഓഫ് മെറ്റൽ എന്താണ്? നമ്മുടെ ലോഹത്തിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ആ ശുദ്ധീകരണത്തിനകത്ത് തന്നിട്ടുണ്ട് മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ് ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ. സ്റ്റേറ്റ്മെന്റ് 2, ഇൻ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ദി ഇംപ്യൂർ മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. അടുത്തത് when metal, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, when metal with low melting point contain impurities with high melting point, the method used is liquation. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിലെ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, 2, 3 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1, 2 ഇൻകറക്റ്റ് ആണ്, മൂന്നാമത്തത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1, 2, 3 1, 2 കറക്റ്റ് ആണ്, മൂന്നാമത്തെ ഇൻകറക്റ്റ് ആണ്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ആശങ്ക ഉണ്ടാവും. എന്താണ് ഈ ആശങ്ക? കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ല, കൊഗ്നിറ്റീവ് പ്രോസസ് CP1 to CP7 എന്ന ലെവലിലേക്ക് നിങ്ങൾ ഈ ചോദ്യത്തെ പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ആദ്യം ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പുസ്തകത്തിലെ ഏത് ചാപ്റ്ററിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് പുസ്തകത്തിലെ മെറ്റലർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഭാഗത്തില് ആ ലോഹ നിർമ്മാണത്തിന് ശേഷം ആ ലോഹത്തിനകത്തുണ്ടാകുന്ന അപദ്രവ്യങ്ങളെ, ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ അല്ലെ റിഫൈനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ബോയിലിംഗ് പോയിന്റിലെ ഏറ്റവും കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെഡും ടിന്നും ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിനകത്ത് വൈദ്യുത വിശ്ലേഷണം മൂലം നമ്മൾ റിഫൈനിങ് നടത്തുമ്പോൾ അവിടെ നമ്മൾ എന്താണ് കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്, എന്താണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്? വൈദ്യുത വിശ്ലേഷണം മൂലം റിഫൈനിങ് നടത്തുമ്പോൾ നമ്മൾ അവിടെ കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ ഒരു പ്യുവർ മെറ്റലിന്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് അവിടെ കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. ആനോഡായിട്ടാണ് നമ്മൾ ഇംപ്യൂർ മെറ്റലിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആനോഡായിട്ട് ഇംപ്യൂർ മെറ്റലിനെ ഉപയോഗിച്ചാൽ അവിടെ ഓക്സിഡേഷൻ നടക്കുകയും ആ മെറ്റല് അയോണുകളായി നേരെ എവിടെ വരും? ആ ഇലക്ട്രോലൈറ്റിൽ വരികയും ഈ അയോണുകൾ പോയി കാഥോഡിൽ പോയി റിഡക്ഷൻ സംഭവിച്ച് ആ ചെറിയ പ്യുവർ മെറ്റൽ പ്ലേറ്റിനകത്ത് പറ്റിപ്പിടിച്ചിരുന്ന് മെറ്റൽ അതിനെ പ്യൂരിഫൈ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കപ്പെടും. ഇതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഈ ലോഹങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അപദ്രവ്യങ്ങൾ, അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണെങ്കിൽ നമ്മൾ ലിക്വേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. എന്നാ സംഭവം, നമ്മളൊരു ചരിവ് തലത്തിൽ വെച്ചിട്ട് നമ്മൾ ആ മെറ്റലിനെ ഉരുക്കും. ചൂടാക്കുന്ന സമയത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ ആണെങ്കിൽ അത് പെട്ടെന്ന് ഉരുകി അങ്ങ് താഴേക്ക് പോയി മെറ്റൽ അങ്ങ് വേർതിരിച്ച് കിട്ടും. ആ ഇമ്പ്യൂർ ആയിട്ടുള്ള അതിന്റെ അപദ്രവ്യങ്ങൾ മോളിലേക്ക് അത് ഉരുകത്തില്ല. അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇത്ര സിമ്പിൾ സാധനോ? അത് നമ്മൾ ടിന്നിൽ ലഡു അങ്ങനെ ചെയ്യുന്നത്. ടിന്നിൽ ലഡു ഇതേ കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമുക്ക് ഇതിന്റെ CP ലെവലിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഒരു ചോദ്യത്തിന്, രണ്ടാമത്തെ 1 മാർക്കിന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ പഠിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലായോ? അതിന്റെ CP1 ആശയ വ്യക്തത എന്താണ്? റിഫൈനിങ്ങിന്റെ 2 മെത്തേഡുകൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അതായത് ഡിസ്റ്റിലേഷൻ മെത്തേഡും മനസ്സിലായിരിക്കണം, അതിന്റെ ലിക്വിവേഷൻ മെത്തേഡും മനസ്സിലായിരിക്കണം, അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ആ മെത്തേഡ് ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാവണം. അത് ആ ആശയം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് കിട്ടും. രണ്ടാമതായിട്ട് ആ ആശയത്തെ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? അതിന്റെ പ്രായോഗിക ശേഷി, അതിന്റെ ആപ്ലിക്കേഷൻ സ്കില്ലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഒരു അനലിറ്റിക്കൽ തിങ്കിങ്, വിശകലനാത്മക ചിന്ത എന്ന് പറയുന്ന സാധനം നിങ്ങളൊന്ന് ഇത് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഈ ചോയ്സിനകത്ത് ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമായിട്ട്. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വലിയ പ്രയാസം വരുന്നത്. ബേസിക് ഐഡിയ പലർക്കും അറിയാം, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പലപ്പോഴും പഠിച്ചു വെച്ചിട്ടുണ്ട്.
പക്ഷെ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം ഇതാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ചിന്തിക്കുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് ഇതിന്റെ ഉത്തരം കിട്ടും.